മാക്രോ എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറിയെ എങ്ങനെയാണ് കെയ്നീഷ്യൻ എക്കണോമിസ്റ്റുകൾ നോക്കിക്കണ്ടത്, എന്തൊക്കെ ക്രിറ്റിസിസംസ് ആണ് അവർ ഈ ക്ലാസിക്കൽ തിയറിയെ പറ്റി പറഞ്ഞത്. ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ക്ലാസിക്കൽ തിയറി എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണുക. കെയ്നീഷ്യൻ ക്രിറ്റിസിസമാണ്. കെയ്നീഷ്യൻ എക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാൻ പോകുന്നത്. കെയ്ൻസ് ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ക്ലാസിക്കൽ തിയറി എന്നാണ് ഇതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കെയ്ൻസ് എങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്തത്, അല്ലെങ്കിൽ കെയ്നീഷ്യൻ എക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. നമുക്ക് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു റൈറ്റപ്പാണ് ഈ നൽകിയിരിക്കുന്നത്. ആ റൈറ്റപ്പ് നിങ്ങൾ എന്നോടൊപ്പം വായിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം. Keynes considered the fundamental classical assumption of full employment equilibrium condition as unrealistic. ഒരു സാധാരണ എക്കോണമിയിൽ, നോർമൽ എക്കോണമിയിൽ ഒരു കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ പറയപ്പെടുന്ന ഫുൾ എംപ്ലോയ്മെന്റ് ഈക്വിലിബ്രിയം എന്നുള്ളത്. എല്ലാവർക്കും തൊഴിൽ, എല്ലാ വിഭവങ്ങളും, എല്ലാ റോ മെറ്റീരിയൽസും, എല്ലാ ക്യാപിറ്റലും ഫുള്ളി എംപ്ലോയിഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഒരു എക്കോണമിയിൽ ഉണ്ടാവില്ല. There is the possibility of equilibrium condition of underemployment as normal phenomenon. അണ്ടർഎംപ്ലോയ്മെന്റ് ഈക്വിലിബ്രിയം ആയിരിക്കും ഉണ്ടാവുക, ഫുൾ എംപ്ലോയ്മെന്റ് ഒരിക്കലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. Keynes regarded it as a rare phenomenon. Keynes in fact considered the underemployment condition of equilibrium to be realistic. അതുകൊണ്ട് തന്നെ ഒരു അണ്ടർഎംപ്ലോയ്മെന്റ് ഈക്വിലിബ്രിയമാണ് എക്കോണമിയിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ലോങ് പീരീഡ്. ഒരു ലോങ് റണ്ണിലാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എല്ലാം ഈ സിസ്റ്റം ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തുമെന്ന് വിവക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ലോങ് റണ്ണിലേക്ക് നമുക്ക് കാത്തിരിക്കാൻ കഴിയുമോ? കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഈ ലോങ് റൺ ആർ ഓൾ ഡെഡ്, എല്ലാവരും മരിച്ചു പോകും. പിന്നെ എന്തിനാണ് ഈ ലോങ് റൺ? എന്നെങ്കിലും ഒരിക്കൽ ഈ എക്കോണമി സ്റ്റേബിൾ ആകും, ഈക്വിലിബ്രിയത്തിൽ എത്തുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സോ ഇറ്റ് ഈസ് നോ യൂസ് ടു സേ ദാറ്റ് ദ ലോങ് റൺ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. എല്ലാം ലോങ് റണ്ണിൽ ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കെയ്ൻസും കെയ്നീഷ്യൻ എക്കണോമിസ്റ്റുകളും പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കെയ്ൻസ് ഡിനയൽ ഓഫ് സേസ് ലോ ഓഫ് മാർക്കറ്റ്. സേസ് ലോ ഓഫ് മാർക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം. സപ്ലൈ ഓൾവേസ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സോ കോൾഡ് സേസ് ലോ. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഓവർ പ്രൊഡക്ഷനും അണ്ടർ പ്രൊഡക്ഷനും എക്കോണമിയിൽ സാധ്യമല്ലേ? Keynes totally disagreed with this view and stressed the possibility of supply exceeding demand. ചില സമയത്ത് സപ്ലൈ എക്സീഡ് ചെയ്യാം, causing disequilibrium in the economy, and pointed out that there is no automatic self-adjustment in the economy. അങ്ങനെ ഒരു ഓവർ പ്രൊഡക്ഷൻ ഉള്ള സാധ്യതകൾ, സപ്ലൈ കൂടാനുള്ള സാധ്യതകൾ കെയ്ൻസ് കാണുന്നു. He further pointed out that the weakness of Say's law, maintaining that all the income earned by the agents of production during the process of production would not necessarily be used to purchase the goods produced. Hence, there can be a deficiency of aggregate. ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ ഏജൻസും, അത് കൺസ്യൂമർ ആയിക്കോട്ടെ, ഒരു ലേബർ ആയിക്കോട്ടെ, ഓണ്ടർപ്രണർ ആയിക്കോട്ടെ, ആരാണല്ലോ, ഏത് വ്യക്തിയാണെങ്കിലും, ഏത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് മുഴുവനും ഒരിക്കലും ആ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കില്ല. കുറച്ചൊക്കെ മാറ്റിവെക്കുക, സേവിങ്സ് ഉണ്ടാവും. സോ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതും ഈക്വാലിറ്റി ബിറ്റ്വീൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈയും എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ടും സംഭവ്യമല്ല എന്നുള്ളതാണ് കെയ്ൻസ് മുന്നോട്ട് വയ്ക്കുക. കാരണം നമ്മുടെ ഇൻകം കംപ്ലീറ്റ് നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കില്ല.
അൺഎംപ്ലോയ്മെന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ദ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഒരു അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ എക്കോണമിയിൽ ഉണ്ടാകും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും. He conceived that the entire part of a money income which is not spent on consumption goods by individuals need not necessarily be spent on the purchase of producers goods or investment goods. Money saved is often hoarded by individual. കുറച്ച് സേവ് ചെയ്യപ്പെടും, ചിലത് പൂഴ്ത്തിവെക്കും ടു ഇൻക്രീസ് ദെയർ ക്യാഷ് ബാലൻസസ്. അവരുടെ കയ്യിലുള്ള കരുതൽ ധനം കൂട്ടാൻ വേണ്ടി അവർ പലപ്പോഴും പല പണം അവരുടെ ഇൻകത്തിന്റെ ഒരു ഭാഗം സേവ് ചെയ്യും അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കും. Therefore, there can be shortage of aggregate demand. Aggregate ഡിമാൻഡിൽ ഒരു കുറവ് വരും. ഇപ്പൊ സെയിൽസ് ലോയെ കംപ്ലീറ്റ്ലി നിരാകരിക്കുന്ന ഒരു നിലപാടാണ് കെയ്ൻസ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കെയ്ൻഷ്യൻ എക്കണോമിസ്റ്റുകൾ എടുത്തിട്ടുള്ളത്. ഫർദർ, സെയിൽസ് ലോ laid down that supply and demand would always be in equilibrium and the process of equilibrium was automatic and self balancing. അതുപോലെ തന്നെ സെയിൽസ് ലോ പറയുന്ന ഒരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള എക്കോണമി ആണെന്ന് പറയുന്നത്. But Keynes refuted this too. He pointed out that the structure of modern society rests on two principal classes, the rich and the poor. യഥാർത്ഥത്തിൽ ഒരു എക്കോണമിയിൽ രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, രണ്ട് ക്ലാസ്സുകളുണ്ട്, റിച്ച് ആൻഡ് പുവർ ക്ലാസ്. ഇതിനാണ് നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് ഇരിക്കുക. ഇത് ഒരു നമ്മുടെ കാൾമാക്സിന്റെ തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനാലിസിസ്. ആൻഡ് ദെയർ ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വെൽത്ത് ബിറ്റ്വീൻ ദം. ഒരിക്കലും എക്കോണമിയിൽ എല്ലാവരും തമ്മിൽ ഒരേ രീതിയിലല്ല ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയല്ല ലഭ്യമായിരിക്കുന്നത്. The haves have too much of wealth and of which cannot be consumed by them, and have not too little even to meet their minimum consumption, which means a deficiency in aggregate demand in relation to additional supply. And this results in general overproduction and unemployment. ഇവിടെ ഒരു കൂട്ടരുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയും, അവർ മുഴുവൻ പണവും എന്ത് ചെയ്യില്ല, ചെലവഴിക്കില്ല. അതേസമയം മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ കയ്യിൽ പണമേ ഇല്ല, അവരുടെ മിനിമം കൺസംഷൻ പോലും തികയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതുവഴി എന്ത് സംഭവിക്കും? ജനറൽ ഓവർ പ്രൊഡക്ഷൻ, എക്കോണമിയിൽ സാധനങ്ങൾ കുന്നുകൂടും, അൺഎംപ്ലോയ്മെന്റും അതിനൊപ്പം തന്നെ ഉണ്ടാവും. Thus Keynes pointed out the error of classicists in denying general overproduction and unemployment. He also pointed out that economic system in reality is never self-balancing. The economic system in reality is never self-balancing in character. He therefore maintained that state intervention is necessary for adjustment between supply and demand in the economy. അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവണം. നമ്മൾ അത് ലേസസ് ഫെയർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്റ്റേറ്റിന്റെ ഒരു ഇന്റർവെൻഷൻ എക്കോണമിയിൽ ഉണ്ടാകും. ഫ്രീ മാർക്കറ്റ് എക്കോണമിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ ക്ലാസിക്കൽസ് പറയുന്ന പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പകരം സ്റ്റേറ്റ് കൃത്യമായിട്ട് ഇടപെടണം. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കുക, അറ്റാക്ക് ഓൺ മണി വേജ് കട്ട് പോളിസി. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ വലിയൊരു ആർഗ്യുമെന്റ് ആയിരുന്നു, എപ്പോഴെങ്കിലും വേജ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എക്കോണമി എത്താതിരുന്നാൽ അതിന് എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു വേജ് കട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. Keynes objected to the classical formulation of employment theory, particularly Pigue's notion that unemployment will disappear if the workers will just accept sufficiently low wage rate. ഒരു ലോ വേജ് റേറ്റ് അംഗീകരിക്കാൻ സ്വീകരിക്കാൻ നമ്മുടെ ലേബറേഴ്സ് തയ്യാറായി കഴിഞ്ഞാൽ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് പിഗുവിന്റെ ആർഗ്യുമെന്റ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഇൻ ദ സൊസൈറ്റി ക്യാൻ ബി increased by a device of money wage cuts, and noted that by following a policy of wage cuts, cost would fall, resulting in the expansion of the demand, greater production, and therefore greater investment and employment. അപ്പം എ.സി. പിഗുവിന്റെ ആർഗ്യുമെന്റ് ആണ് വേജ് കട്ട് ഉണ്ടാവുക. വേജ് കട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് കുറയും, കോസ്റ്റ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് കൂടും. ഇതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. കെയ്ൻസ് ടോട്ടലി ഇതിനെ ഡിസഗ്രി ചെയ്തു. അദ്ദേഹം പറയുന്നത്, on the practical side, Keynes pointed out that trade unions are an integral part of the modern industrial system.
ഇപ്പോൾ ട്രേഡ് യൂണിയൻ എല്ലാ എക്കോണമിയിലും ഉണ്ടാകും. പ്രത്യേകിച്ച് മോഡേൺ ഇൻഡസ്ട്രിയൽ എക്കോണമിയിൽ ഒരു ട്രേഡ് ഓർഗനൈസേഷൻ യൂണിയൻസും ഒക്കെ ഉണ്ടാവും. അവരൊരിക്കലും വേജ് കട്ട് പോളിസി അംഗീകരിക്കില്ല. ദേ റെസിസ്റ്റ് വേജ് കട്ട് പോളിസി. സ്ട്രൈക്സ് ആൻഡ് ലേബർ അൺറസ്റ്റ് ആർ ദ ബാഡ് കോൺസിക്വൻസ് ഓഫ് സച്ച് പോളിസി. അപ്പൊ തൊഴിലാളികൾ പണിയെടുക്കാതിരിക്കുകയും അവർ സമരം ചെയ്യുകയും ചെയ്യും. സോ ദർ ഈസ് വെൽഫെയർ ലെജിസ്ലേഷൻ റിഗാർഡിംഗ് മിനിമം വേജ്. അതുപോലെ തന്നെ ചില വെൽഫെയർ ലെജിസ്ലേഷൻ റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മിനിമം വേജ് ക്രൈറ്റീരിയ, മിനിമം വേജ് കൊണ്ട് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഇൻ എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കൊണ്ട് വേജ് കട്ട് പോളിസിയെ നിരാകരിക്കുന്നു. ഓൺ ദ തിയററ്റിക്കൽ ഗ്രൗണ്ട് കെയ്ൻസ് ഒബ്സർവ്ഡ് ദാറ്റ് എ ജനറൽ വേജ് കട്ട് വുഡ് റെഡ്യൂസ് ദ പർച്ചേസിംഗ് പവർ. അപ്പം വേജ് റേറ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വുഡ് റെഡ്യൂസ് ദ പർച്ചേസിംഗ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്, വിച്ച് മീൻസ് എ കട്ട് ഇൻ ദെയർ കൺസംപ്ഷൻ. വേജ് കട്ട് ചെയ്താൽ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണ്? അവരുടെ പർച്ചേസിംഗ് പവർ കുറയും, ലേബേഴ്സിന്റെ പർച്ചേസിംഗ് പവർ കുറയും, അവരുടെ കൺസംഷൻ കുറയുകയും ചെയ്യും. അതോടുകൂടി എഫക്റ്റീവ് ഡിമാൻഡ് ഇക്കോണമി ഇല്ലാതെ വരും, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അതോടുകൂടി ജനറൽ വേജ് കട്ട് വുഡ് റെഡ്യൂസ് ദ വോളിയം ഓഫ് എംപ്ലോയ്മെന്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനറൽ വേജ് കട്ട് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ വോളിയം ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. കാരണം ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞു, എഫക്റ്റീവ് ഡിമാൻഡ് ഇല്ലാതായി. അതോടുകൂടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യക്കാരില്ലാതായി. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യക്കാരില്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ആ രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കെയ്ൻസ് പറയുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ വേജ് കട്ട് പോളിസി എന്ന് പറയുന്നത് ഒരു ഇമ്മോറൽ ആൻഡ് അൺസൗണ്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് കെയ്ൻസ് അഡ്രസ് ചെയ്യുന്നത്. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, കെയ്ൻസ് അറ്റാക്ക് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ടു ബി സ്ട്രാറ്റജിക് വേരിയബിൾ. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് വേരിയബിൾ ആണോ? കെയ്ൻസ് ഓൾസോ അറ്റാക്ക് ദ ക്ലാസിക്കൽ തിയറി സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് തിയറി. അതായത് നോമിനൽ സെക്ടറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ആണ്. ഹി ഒബ്ജക്റ്റഡ് ദ ക്ലാസിക്കൽ ഐഡിയ ഓഫ് സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വിലിബ്രിയം ത്രൂ ഫ്ലെക്സിബിൾ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. To him, saving and investment equilibrium are obtained through changes in income rather than interest. ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ഈക്വിലിബ്രിയം ആർ ഒബ്റ്റെയിൻഡ് ത്രൂ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടല്ല ഉണ്ടാകുന്നത്, ചേഞ്ചസ് ഇൻകത്തിലൂടെ വേണം ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും ഉണ്ടാകാൻ. സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റിന്റെ ഈക്വിലിബ്രിയം ഉണ്ടാകുന്നത് ഇൻകം ജനറേഷനിലൂടെയാണ്. അതാണ് കെയ്ൻസിന്റെ മറ്റൊരു ആർഗ്യുമെന്റ്. അല്ലാതെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മണി മാർക്കറ്റിൽ മാത്രം സംഭവിക്കുന്നുണ്ടാകുന്നതല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെയ്ൻസിന്റെ മറ്റൊരു പോളിസിയാണ്, അല്ലെങ്കിൽ ഒരു കെയ്ൻസ് പറഞ്ഞൊരു പോളിസിയാണ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. അതെങ്ങനെയാണ് വരുന്നത്? കെയ്ൻസിന്റെ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് വരുന്നത് ക്ലാസിക്കൽസിന്റെ ലീസസ് ഫെയർ പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൂടെയാണ്. അത് ഞാൻ ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഒരു കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. Keynes strongly attacked the classes for their unrealistic approach to the problem of contemporary capitalist economic system. Pigue's plea for a return to free, perfect competition to solve the problem of unemployment seemed obsolete in the changed conditions of the modern world. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. Pigou grieved at the modern state's intervention with the free working of the economic system because it causes unemployment. പിഗുവിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ് ഇത്. ഈ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിഗുവിന്റെ ആർഗ്യുമെന്റ്. ഹി ഓൾസോ കണ്ടംഡ് ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിനെ വർക്ക് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് വരെ പിഗു പറഞ്ഞു. വേജ് ലെവൽ എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിൽ, അല്ലെ വേജ് ലെവൽ കുറയാതിരിക്കുന്നതിന് കാരണം ഈ ട്രേഡ് യൂണിയന്റെ ഇടപെടലാണ്. അതൊക്കെ നമുക്ക് ഇക്കോണമിയിൽ മാറ്റണം. ഇതൊക്കെയാണ് പിഗുവിന്റെ ആർഗ്യുമെന്റ്. കെയ്ൻസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് the trade unions are an integral part in the modern society. So they will grow further. ഇനി അവർ വളരാനിരിക്കുന്നു, അവർ ഇനിയും വളരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. Besides, progressive welfare state will not refrain from accepting or adopting principle of fixation of minimum wages. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഒരു മിനിമം വേജ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇൻ ഷോർട്ട്, classical theory, the Keynes view, is unrealistic and irrelevant to the present conditions and out of date. In short, കെയ്ൻസിന്റെ വ്യൂ ഇതാണ്. ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. ദ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്, ഇറിലവന്റ് ആണ്, ആൻഡ് കനോട്ട് ബി ഗൈഡ് ടു സൊല്യൂഷൻ ഓഫ് മോഡേൺ എക്കണോമിക് പ്രോബ്ലംസ്. ആധുനിക ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല ക്ലാസിക്കൽ തിയറി. ദസ് ദ ബേസിക് നീഡ് ഫോർ ഈസ് ഫോർ എ തിയറി വിച്ച് വിൽ ഡയഗ്നോസ് ദ
yields of the modern economic system and furnish a guide for the solution of problems like unemployment, business cycle, inflation and other economic yields. ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളെ മോഡേൺ എക്കോണമി നേരിടുന്ന അൺഎംപ്ലോയ്മെന്റ്, ബിസിനസ് സൈക്കിൾ, ഇൻഫ്ലേഷൻ ആൻഡ് അതർ എക്കണോമിക് ഗിൽസ് വലിയ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി ക്ലാസിക്കൽ തിയറി ഒട്ടും ഉപയുക്തമല്ല എന്നാണ് കെയ്ൻസിന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം എന്താണ്? സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായി വരുന്നു. കാരണം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം നടക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നടക്കണം, കോമ്പൻസേഷൻസ് നൽകണം, സബ്സിഡീസ് നൽകണം, വെൽഫെയർ, പ്രോഗ്രസീവ് ആയിട്ടുള്ള വെൽഫെയർ സ്റ്റേറ്റിന് ജനങ്ങളുടെ എല്ലാം ക്ഷേമം ഉറപ്പാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമി ഒരിക്കലും നല്ലതല്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. അതുതന്നെയാണ് സമീപകാലത്തെ ചർച്ചകളൊക്കെ ആ രീതിയിലാണ് നയിക്കുന്നത്. നമ്മളെ എല്ലാം നയിക്കുന്നത്, എല്ലാ വേൾഡ് എക്കോണമികളും ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്യാപിറ്റലിസ്റ്റ് ഫ്രീ ട്രേഡ് എക്കോണമികളും ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പുതിയ നയങ്ങളൊക്കെ ആ രീതിയിലേക്കാണ് വെളിച്ചം വീശുന്നത്. ക്ലാസിക്കൽ തോട്ടിനകത്തെ പ്രധാനപ്പെട്ട തിയറികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വ്യക്തികളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ബേസ് ഇല്ലാതെ, ക്ലാസിക്കൽ തിയറികളുടെ ബേസ് ഇല്ലാതെ കെയ്നീഷ്യൻ തിയറി പഠിക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഇനി അടുത്ത ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കെയ്നീഷ്യൻ തിയറിയിലേക്കാണ്. ഇവിടെ ക്ലാസിക്കൽ തിയറികൾ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആഡം സ്മിത്ത്, ജെ.ബി. സേ, ഇർവിൻ ഫിഷർ, എ.സി. പിഗു, ആൽഫ്രഡ് മാർഷൽ, ഡേവിഡ് റിക്കാർഡോ, മാൾത്തൂസ് തുടങ്ങിയവരുടെ എല്ലാം ചർച്ച, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ ക്ലാസിക്കൽ തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ക്ലാസിക്കൽ തിയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിന്റെ എക്സ്റ്റൻഷൻ, അതായത് ഇതിന്റെ ക്രിറ്റിസിസത്തോടു കൂടി ആരംഭിക്കുന്ന കെയ്നീഷ്യൻ തിയറിയാണ് അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി.